പാലക്കാട് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പണം പിടികൂടി. 2 മഹാരാഷ്ട്ര സ്വദേശികളിൽ നിന്നായി 20 ലക്ഷം രൂപയാണ് പിടികൂടിയത്. വാളയാറിൽ നിന്നും കൂട്ടുപാതയിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് പണം പിടികൂടിയത്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോലീസിന്റെ പരിശോധനകളൊക്കെ വളരെ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് 2 മഹാരാഷ്ട്ര സ്വദേശികളിൽ നിന്നായി ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. 20-20, അതായത് ഒരു പ്രതിയിൽ നിന്ന് 20 ലക്ഷം, മറ്റൊരു പ്രതിയിൽ നിന്ന് 20 ലക്ഷം, അങ്ങനെ ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഞാനിപ്പോൾ പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര സ്വദേശികളായ വിശാൽ ബിലാസ്കർ, ചവാൻ സച്ചിൻ എന്നിവരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ബസ്സിൽ സഞ്ചരിക്കവെയാണ് പണം പിടികൂടിയത്. ഒരു പ്രതിയെ പിടികൂടിയത് കസബ പോലീസും മറ്റൊരു പ്രതിയെ പിടികൂടിയത് വാളയാർ പോലീസുമാണ്. അങ്ങനെ 2 പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നമുക്ക് പ്രതിയെ കാണാൻ കഴിയും. ഈ ശരീരത്തോട് ചേർന്ന് ഈ ഒളിപ്പിച്ചാണ് പണം അദ്ദേഹം കടത്തിയിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം വാങ്ങിക്കാൻ വേണ്ടി, സ്വർണം വിറ്റ പണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി കൈവരേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർ അതിൻ്റെ വിശദാംശങ്ങളടക്കം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഇത്രയധികം പണം ഇവർ കടത്താൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 40 ലക്ഷത്തോളം രൂപ ഇരുവരിൽ നിന്നുമായി പിടികൂടിയതായാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. 2 സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഓക്കെ 2 സ്റ്റേഷനിലെയും, അതായത് വാളയാറിലെയും ഒപ്പം തന്നെ കസബയിലെയും ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ 2 പ്രതികളും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അവർ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചത്, എവിടേക്കാണ് ഇത് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കണക്കിൽപ്പെടാത്ത 20 ലക്ഷം രൂപയാണ് അവിടെ പിടികൂടിയത്.